ഈശോയുടെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത് ക്രൂശിതനായ ഈശോയെക്കുറിച്ചാണ്. ദൈവവുമായിട്ടുള്ള അടുക്കുന്നതിൻ്റെ സൂചനയാണ് നമ്മുടെ ഈ നോയമ്പ് കാലം. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ നോയമ്പ് നോക്കുന്നത് ദൈവത്തോട് കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ബുധനാഴ്ച ദിവസം അല്ലെങ്കിൽ തിങ്കളാഴ്ച ദിവസം മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് മടങ്ങുക, അനുതാപ കണ്ണുനീർ വീഴ്ത്തി പാപപരിഹാരം ചെയ്തു കൊള്ളുക വേഗം. ആ ഒരു ഗാനം നമ്മൾ ആലപിക്കും. പുരോഹിതൻ നമ്മുടെ നെറ്റിയിൽ കുരിശു വരയ്ക്കുന്നതും മനുഷ്യ നീ മണ്ണാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഓരോ പീഡാസഹനത്തിലൂടെയും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, അനുതാപത്തിലേക്ക് വരിക എന്ന് നമ്മളെ ക്ഷണിക്കുകയാണ്. ഇതാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ പറയുകയാണ്, നമ്മെ അനുതാപത്തിലേക്ക് നയിക്കുക എന്നതാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യം. ദൈവം വന്നതിൻ്റെ ലക്ഷ്യം, ഈശോ ഭൂമിയിൽ അവതരിച്ച് നമുക്ക് വേണ്ടി പീഡ സഹിച്ചതിൻ്റെ ലക്ഷ്യം നമ്മുടെ ഹൃദയത്തെ അനുതാപത്തിലേക്ക് നയിക്കുക എന്നാണ്. നമ്മൾ ഈ വർഷം കൂടുതൽ വിശുദ്ധീകരിക്കപ്പെടുവാൻ, ഓരോ വചനവും നമ്മളിൽ ലയിക്കുവാൻ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനം നമുക്ക് സ്വീകരിക്കാം. ആ ക്രൂശിതനായ ഈശോയെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ. ഇന്ന് നമുക്ക് യേശുവിനെ ഭൂമിയിൽ ആർക്കും വേണ്ടെന്നായിരിക്കുകയാണ്. കാരണം ഈ ലോകത്തിൻ്റെ പ്രതാപം, ഈ ലോകത്തിൻ്റെ മഹത്വം അല്ലേ, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ, അതുപോലെ തന്നെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ മൂല്യത്തിന് കോട്ടം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ആ 10 പ്രമാണങ്ങൾ നമ്മൾ പലപ്പോഴും ലംഘിക്കപ്പെടുന്നുണ്ട്. യേശുവിനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് തന്ന ആ മൂല്യത്തെ, ആ വിശുദ്ധമായ വചനത്തെ സ്വീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ കൂദാശകളോടും ഭക്തിയോടും വിശുദ്ധിയോടും കൂടി സമീപിക്കാനുള്ള ആ വലിയ കൃപാവരം നമുക്ക് തരണമേ, ആ അനുതാപം എന്ന് പ്രാർത്ഥിക്കാം. അതാണ് എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 36-ാം അധ്യായം 26-ാം തിരുവചനത്തിൽ പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം നൽകും, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയത്തെ എടുത്തു മാറ്റി മാംസളമായ ഒരു ഹൃദയം ഞാൻ നൽകും എന്നാണ് എസെക്കിയേൽ പ്രവാചകനോട് ദൈവം അരുളിച്ചെയ്യുക. കാരണം നമ്മളിലെല്ലാം ശിലയുടെ ഒരു ഹൃദയമാണ്, കഠിനമായ ഒരു ഹൃദയമാണ്. പാപം ചെയ്ത് നമ്മളെ ഹൃദയം കഠിനമായിരിക്കുകയാണ്. ഈ ഹൃദയത്തെ മാംസളമാക്കാനാണ് യേശുക്രിസ്തു നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ച് അവിടുന്ന് കുരിശിൽ തറയ്ക്കപ്പെട്ട് നമുക്ക് വേണ്ടി മരിച്ചത്. അതിൻ്റെ ഓർമ്മ നമ്മൾ ആചരിക്കുകയാണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമുക്ക് കൂടുതലും ആ ക്രൂശിതനായ ഈശോയെക്കുറിച്ച് ഓരോ ദിവസവും ധ്യാനിക്കുക. ആ ക്രൂശിതനായ ഈശോയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കും തോറും നമ്മളുടെ ഹൃദയത്തെ ദൈവം മാംസളമുള്ള ഒരു ഹൃദയമാക്കി മാറ്റും. ആ ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം, ഈശോയെ അങ്ങേ സ്വന്തമാക്കുവാൻ, അങ്ങയുടെ ഹൃദയത്തോട് ഞങ്ങളുടെ ഹൃദയത്തെ ചേർത്ത് വെക്കുവാനുള്ള അനുഗ്രഹം നമുക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാം. അതാണ് വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നുണ്ട് 1 കൊറിന്തോസ് 1-ാം അധ്യായത്തിൽ 18-ാം തിരുവചനത്തിൽ, നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് ക്രിസ്തുവിൻ്റെ വചനം ഭോഷിത്തമാണ്, രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തി അത്രേ. അപ്പോൾ ക്രിസ്തുവിൻ്റെ ശക്തി നമുക്ക് ലഭിക്കുന്നത് ആ ക്രൂശിതനായ യേശുവിനെ സ്വീകരിക്കുന്നതിലൂടെയാണ്. ക്രിസ്തുവിൻ്റെ വചനം, നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് ക്രിസ്തുവിൻ്റെ വചനം ഭോഷിത്തമാണ്, രക്ഷയിലൂടെ ചരിക്കുമ്പോൾ നമുക്കത് മഹത്വമായി മാറുകയാണ്. കാരണം നമ്മുടെ ഓരോ ജീവിതത്തിലും ദൈവം തകർച്ചകൾ, ബുദ്ധിമുട്ടുകൾ, വേദനകളൊക്കെ തരുന്ന എന്തിനാണ്? നമ്മൾ പാപത്തിൽ വീഴാതിരിക്കുവാൻ, ആ വേദനകളിൽ നമ്മൾ കർത്താവിൻ്റെ സമീപത്തേക്ക് ചെല്ലുവാനാണ്. സങ്കീർത്തനത്തിൻ്റെ പുസ്തകം 119-ാം അധ്യായം 71-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, തന്മൂലം ഞാൻ അങ്ങയുടെ വചനം അഭ്യസിപ്പിച്ചുവല്ലോ. ഈ ദുരിതങ്ങൾ എന്തു പറ്റും? നമുക്ക് ഉപകാരമായി മാറുകയാണ്. ആ യേശുവിനോടും ദൈവത്തോടും കൂടുതൽ അടുക്കുവാനായിട്ട്, നമ്മുടെ ഹൃദയത്തെ മാംസളമാക്കുവാനായിട്ട് ഉപകരിക്കുകയാണ്. സക്കറിയ പ്രവാചകൻ്റെ പുസ്തകം 12-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ വലിയൊരു കൃപയുണ്ട്. അതിൽ പറയുകയാണ്, ദാവീദ് ഭവനത്തിൻ്റെയും ജെറൂസലേം നിവാസികളുടെ മേൽ കൃപയുടെയും പ്രാർത്ഥനയുടെയും ചൈതന്യം പകരും. അപ്പോൾ തങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവനെ നോക്കി ഏകജാതനെ പ്രതി എന്ന പോലെ അവർ കരയും.
ജെറുസലേം നിവാസികളുടെയും യൂദാ നിവാസികളുടെയും മേൽ ഞാൻ പ്രാർത്ഥനയുടെയും കൃപയുടെയും ചൈതന്യം പകരും. തങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവനെ നോക്കി അവർ കരയും. കാരണം ഈ ക്രൂശിതനായ ഈശോയെ നോക്കുവാൻ, ആ ക്രൂശിതനായ ഈശോയെ നോക്കുമ്പോൾ അനുതാപം, പാപത്തിൽ നിന്ന് വിടവാങ്ങാനുള്ള ഒരു ഹൃദയം നമുക്ക് ലഭിച്ചാൽ അത് ദൈവത്തിൻ്റെ ഒരു ചൈതന്യമാണ്. ഒരു മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള ഒരു വലിയ കൃപാവരം ദൈവം നമുക്ക് തരുന്നതിൻ്റെ അടയാളമാണ് ആ ക്രൂശിതനായ ഈശോയെ നോക്കി കരയുവാനുള്ള കൃപ. ആ യേശുവിനെ നോക്കി നമ്മളൊന്ന് കരഞ്ഞിട്ട് ജനത്തിൻ്റെ അടുത്തേക്ക് ശുശ്രൂഷയ്ക്ക് ഇറങ്ങുവാണെങ്കിൽ അവിടെ അനേകം മാനസാന്തരങ്ങൾ സംഭവിക്കുകയാണ്. കാരണം ആ ക്രൂശിതനായ ഈശോയിലൂടെയാണ് രക്ഷ. അതാണ് പ്രാർത്ഥനയുടെയും കൃപയുടെയും ചൈതന്യം പകരും എന്നാണ് സക്കറിയ പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്യുക. അതിൽ പറയാണ്, തങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവനെ അവർ നോക്കി നിൽക്കും. ക്രൂശിതനായ ഈശോയെ നോക്കുന്നതിലൂടെ നമുക്ക് ദൈവിക കൃപ കൊണ്ട് നിറയുകയാണ്. സ്വർഗത്തെയും ഭൂമിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ആ ക്രൂശിതനായ ഈശോ. സ്വർഗത്തെയും ഭൂമിയെയും തമ്മിൽ അനുരഞ്ജിപ്പിക്കുന്നതാണ് ക്രൂശിതനായ ഈശോ. അതാണ് അവിടുന്ന് കുരിശിൽ കിടന്നു. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 32-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാവരും എന്നിലേക്ക് ആകർഷിക്കും. യേശുവിൻ്റെ മഹത്വീകരണത്തെക്കുറിച്ച് യേശു പറയുകയാണ്, താൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാവരും എന്നിലേക്ക് ആകർഷിക്കും. കാരണം ആ കുരിശിൽ കിടന്നുള്ള ഈശോയുടെ മരണമാണ് സൂചിപ്പിക്കുക. ഈ ഈശോയെ നമ്മൾ നോക്കുമ്പോഴാണ് നമുക്ക് അനുതാപം ലഭിക്കുക. അതാണ് വിശുദ്ധ പൗലോസ്ലീഹ അനേക സ്ഥലത്ത് ക്രൂശിതനെക്കുറിച്ച് കൂടുതൽ പറയുന്നുണ്ട്. ഞാൻ ക്രൂശിതനായ ഈശോയെ ധരിച്ചിരിക്കുന്നു. ഗലാത്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 20-ാം തിരുവചനത്തിൽ ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. കാരണം പൗലോസ്ലീഹയ്ക്ക് അത്രമാത്രം ക്രൂശിതനെക്കുറിച്ച് ദൈവം വെളിപ്പെടുത്തി കൊടുത്തത് കൊണ്ടാണ് ക്രൂശിതനെക്കുറിച്ച് അത്രമാത്രം പ്രഘോഷിക്കുക. സാവൂൾ എന്നറിയപ്പെടുന്ന പൗലോസ് യേശുവിൻ്റെ അനുയായികളെ ഒത്തിരി പീഡിപ്പിച്ചിട്ടുണ്ട്. ആ സമയത്ത് അപ്പോസ്തല പ്രവർത്തനം 9-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, യേശു പ്രത്യക്ഷപ്പെടുന്നുണ്ട്. യേശു പ്രത്യക്ഷപ്പെട്ട് പൗലോസിനോട് പറയുകയാണ്, ഇരുമ്പാണിയമേൽ തൊഴിക്കുന്നത് നിനക്ക് അപകടമാണ്. വിശുദ്ധ പൗലോസിന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. എന്നിട്ട് വിശുദ്ധ പൗലോസിനോട് ആ ക്രൂശിതനായ ഈശോ ചോദിക്കുകയാണ്, നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ എന്നും പറഞ്ഞ് വിശുദ്ധ പൗലോസ്ലീഹായ്ക്ക് ആ ക്രൂശിതനായ ഈശോയെ ദൈവം സ്വയം വെളിപ്പെടുത്തുകയാണ്. അതോടെ അദ്ദേഹം പരിപൂർണമായിട്ട് മാറി ക്രിസ്തുവിനെ അനുകരിക്കുകയാണ്. അതാണ് അദ്ദേഹം ഒരു മനുഷ്യൻ്റെ മുഖം നോക്കിയില്ല. യേശുവിനെ കിട്ടിക്കഴിഞ്ഞ് പൂർണ്ണമായിട്ട് കർത്താവിൻ്റെ പിന്നാലെ പോവുകയാണ്. ക്രൂശിതനിലേക്ക് വരുമ്പോൾ ആ കുത്തി മുറിവേൽപ്പിച്ചവനെ നമ്മൾ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ മാനസാന്തരം അനേകരിൽ ലഭിക്കുകയാണ്. അപ്പം നമുക്ക് ആ ഒരു കൃപ ലഭിക്കുവാൻ വേണ്ടി ക്രൂശിതനായ ഈശോയെ നോക്കുമ്പോൾ നമുക്കൊരു അനുതാപമുള്ള ഹൃദയം ലഭിച്ചാൽ അനേകരുടെ ഹൃദയത്തിലേക്ക് മാനസാന്തരത്തിൻ്റെ വിത്തുകൾ ഇടുവാനുള്ള ഒരു മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള ഒരു വലിയ കൃപ നമുക്ക് ലഭിക്കും. നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കണം, ഈശോയെ സക്കറിയ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 10-ാം വാക്യത്തിലെ കൃപാവരം ഞങ്ങൾക്ക് നൽകണമേ. അതിലൂടെ ഞങ്ങളുടെ ഈ ഭൂമിയിലെ ജീവിതം അങ്ങ് ഞങ്ങൾക്ക് ഏൽപ്പിച്ച ഈ സൽപ്രവൃത്തിയിൽ അനേകരെ ഈശോയിലേക്ക് കൊണ്ടുവരുവാൻ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ നമ്മൾ യേശുവിനെ ഒന്ന് പിടിച്ചാൽ മതി. ആ യേശുവിനെ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞു. പരിശുദ്ധ കന്യാമറിയം ആ കുത്തി മുറിവേൽപ്പിച്ച യേശുവിനെ നോക്കിയാണ് ആ കാൽവരി മലയിൽ ദൈവത്തോട് കൂടെയായിരുന്നത്. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ 25 മുതൽ 27 വരെയുള്ള തിരുവചനത്തിൽ മറിയം, അതുപോലെ ഈശോ സ്നേഹിച്ച ശിഷ്യന് എല്ലാം ആ ക്രൂശിതനായ ഈശോയെ കുത്തി മുറിവേൽപ്പിച്ചപ്പോഴും പിതാവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ആ ക്രൂശിത രൂപത്തെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴും നമ്മളും ആ ക്രൂശിത രൂപത്തെ സ്വീകരിക്കുവാനായിട്ട് അനുതാപമുള്ള ഒരു ഹൃദയം നമ്മൾ സ്വന്തമാക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ കുത്തിലസ്യ പുണ്യവതിയെ നമുക്കറിയാം. പുണ്യവതി ഒരു ക്രിമിനലായിരുന്ന ആൾ ജയിലിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി ആ ക്രൂശിത രൂപത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഈശോയുടെ തിരുമുഖത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവമേ, അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് അങ്ങയെ സ്വന്തമാക്കി ഒരു
മാനസ്വാന്തരം സ്വീകരിച്ചിട്ട് അദ്ദേഹം മരിക്കാനുള്ള കൃപ നൽകണമേ എന്ന് കുച്രസ്യ പുണ്യവതി പ്രാർത്ഥിച്ചപ്പോഴാണ് അദ്ദേഹം കഴുമരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് പറഞ്ഞു, എനിക്ക് ക്രൂശിതനായ ഈശോയെ ഒന്ന് ചുംബിക്കണം. ആ പുണ്യവതിയുടെ പ്രാർത്ഥനയിലൂടെ നല്ല കള്ളനെ പോലെ അദ്ദേഹം ദൈവസന്നിധിയിലേക്ക് സ്വീകരിക്കപ്പെടുകയാണ്. അദ്ദേഹം ക്രൂശിതനായ ഈശോയെ ചുംബിച്ചതിന് ശേഷമാണ് കഴുമരത്തിലേക്ക് പോകുന്നത്. ഇതുപോലെ ലോകത്തിൽ ആരെയാരും അറിയാത്ത അനേകം അമ്മമാർ നമുക്കുണ്ട്, അനേകം പിതാക്കന്മാർ നമുക്കുണ്ട്. അവരുടെ എല്ലാം നിഷ്കളങ്കമായ പ്രാർത്ഥന ആ ക്രൂശിതനായ ഈശോയെ അനേകർ സ്വീകരിക്കാനായിട്ട്, നമ്മുടെ സഭ ശക്തിപ്പെട്ടു വരുവാനായിട്ട് വീട്ടിലിരുന്ന് നമ്മൾ ആ ക്രൂശിതനായ ഈശോയോട് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുകയാണ്. സങ്കീർത്തനത്തിൻ്റെ പുസ്തകം 34 5 തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാകുകയില്ല. ആ യേശുവിനെ നോക്കുമ്പോൾ നമ്മൾ പ്രകാശിതരായി മാറുകയാണ്. ദൈവിക ചൈതന്യത്താലും ദൈവിക സ്നേഹത്താലും നിറയുകയാണ്. അതുപോലെ നമുക്ക് ആ ഒരു നല്ലൊരു അനുതാപമുള്ള ഹൃദയം സ്വന്തമാക്കുവാനായിട്ട് നമ്മുടെ നെറ്റിയിൽ ചാരം പൂശുമ്പോൾ ആ പുരോഹിതൻ ഉരുവിടുന്ന ആ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ ആഴമായി പതിക്കുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നോയമ്പ് കാലത്ത് ക്രൂശിതനെ കൂടുതൽ അറിയുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയുടെയും കൃപയുടെയും ഒരു ചൈതന്യം ക്രൂശിതനായ ഈശോയിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് അനേകർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാനായിട്ടുള്ള വലിയ കൃപാവരം നമുക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.